അസ്സലാമു ഗായ്സ്, AR ടെക്നിക്സ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കലും സ്വാഗതം. ഗൈസ്, നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു പ്രൊഡക്റ്റാണ് i8 Pro Max, i7 Pro Max നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തായിരുന്നു. അപ്പോൾ അതിന് പുതിയൊരു വേർഷനാണ്, സീരീസ് 8 മോഡലാണ് i8 Pro Max. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ബോക്സ്, കാണാൻ പറ്റും. i8 Pro Max 8 ആണ്. അപ്പോൾ സൈഡിലും അത്യാവശ്യം വലുപ്പത്തിൽ i8 Pro Max, അതുപോലെ രണ്ട് വാച്ചിൻ്റെ ഫോട്ടോ ബ്ലാക്ക് കളറാണെന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ബോക്സിൽ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡേഴ്സ് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ബോക്സിൽ നമുക്ക് ഇത്രയും കാണാം. സിമ്പിളായിട്ട് വരുന്നൊരു വെയ്റ്റ്ലെസ് ബോക്സ്. അഥവാ വാച്ചിനപ്പോൾ നല്ല വെയ്റ്റ്ലെസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ജസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, സെയിം ഒരു ഇൻ്റർഫേസ് നമുക്ക് ഫീൽ ചെയ്തത്. കാരണം i7 Pro Max ഈ സെയിം ഇൻ്റർഫേസിൽ വരുന്നൊരു കേസിൽ തന്നെയാണ് വന്നത്. ഫസ്റ്റ് നമുക്കൊരു യൂസർ മാനുവലുണ്ട്. അപ്പോൾ ടോട്ടലി നമ്മൾ ഹൈ വാച്ച് പ്രോ എന്നായിരുന്നു i7 Pro Maxൽ. ബട്ട് ഇതിൽ നമുക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പിന്ന് ഒരു കേസായിട്ടുള്ള, അതായത് ജസ്റ്റ് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചാർജ് കയറുന്ന ഒരു ഓപ്ഷനിൽ വരുന്ന ഒരു ചാർജ്. ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് i7 Pro Maxൽ ഒരുപാട് ആളുകൾ ഫീൽ ചെയ്തൊരു പ്രശ്നമായിരുന്നു അതിൻ്റെ കേബിൾ ചെറുതാണെന്നുള്ളത്. പക്ഷേ നമുക്ക് പരിഹരിക്കാം. ഓക്കെ, ഇനി അത്യാവശ്യം ഒരു നോർമൽ ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലുള്ള ക്വാളിറ്റിയിൽ വരുന്ന ഒരു സിലിക്കണ്ട സ്ട്രാപ്പാണ് കൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് പ്രൈസ് റേഞ്ചിലുള്ള ക്വാളിറ്റിയാണ്, നമുക്ക് ബെറ്റർ ക്വാളിറ്റി പറയാനില്ല. എങ്കിലും ഈ ഒരു വാച്ചിനൊത്ത ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും വരുന്ന സ്ട്രാപ്പാണ് കൂടെ വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ഡിവൈസ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സീരീസ് 8 ഡിവൈസ്. ഓക്കെ, സെയിം ഒരു ആപ്പിൾ വാച്ച് സീരീസ് 7 ഡിസൈനാണ് ഇതിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജസ്റ്റ് പ്ലാസ്റ്റിക് കവർ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ്. ഓക്കെ, നല്ല എഡ്ജൊക്കെ ഇറങ്ങിയൊരു മോഡൽ സ്ക്രീൻ തന്നെയാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ജസ്റ്റ് കേസ് കാണിച്ചു തരാം. അതാ ഈ ഒരു ട്യൂപ്പിന് കറക്റ്റാക്കി ഇതിലേക്ക് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല മാഗ്നറ്റിക്കൽ ആ ക്ലിപ്പ് മോഡൽ കറക്റ്റ് ഇരുന്നൊക്കെ നമുക്ക് ചാർജ് ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള കേബിളുള്ളതാണ്. തൂങ്ങി ഇങ്ങനെ നിന്നാൽ നമുക്ക് വാച്ചിന് കാര്യങ്ങളൊന്നും ചെയ്യില്ല. ബട്ട് നമുക്ക് i7 Pro Maxൽ ഒരുപാട് ആൾ ഫീൽ ചെയ്തൊരു പ്രശ്നമാണ് നമുക്ക് മര്യാദയ്ക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കൂടെ നമുക്ക് ഈ 8 സീരീസിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ടോട്ടലി ഡിസൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തരാം. സ്ക്രോളിംഗ് ഓപ്ഷൻ അവൈലബിൾ ആയ ഒരു പവർ ബട്ടൺ ഉണ്ട്. തൊട്ടടിയിൽ ഒരു മൈക്കിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ദെൻ ഒരു എക്സ്ട്രാ ഒരു പവർ ബട്ടൺ, രണ്ട് ബട്ടൺസ് രണ്ട് വർക്കിംഗ് ആയിട്ടുള്ള 2 ബട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി മറുഭാഗം നോക്കുകയാണെങ്കിൽ സിംഗിൾ ഹോളിൽ വരുന്ന ഒരു സീരീസ് 7 വരുന്ന ഒരു സ്പീക്കറിൻ്റെ ഹോളാണ് വന്നിരിക്കുന്നത്. ദെൻ ബാക്കിൽ സെൻസർ വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് 2 പിന്നും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഡിസൈനിൽ പറയാനുള്ളത്. സെയിം സീരീസ് 7 ആണെങ്കിലും സീരീസ് 8 ആണെങ്കിലും സെയിം ഒരു ഡിസൈൻ തന്നെയാണ് ആപ്പിൾ വാച്ച് ഇംബിൾഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി പരിചയപ്പെടാം. ഓക്കെ, ഹലോ എന്ന് കാണിക്കുന്നുണ്ട്. സെയിം അഥവാ ആപ്പിൾ വാച്ചിൽ എങ്ങനെയാണോ ഓൺ ആക്കുമ്പോൾ ഹലോ എന്ന് കാണിക്കും, അതുപോലെ തന്നെ ഹലോ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഡിസ്പ്ലേ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ മാറി. ഡിസ്പ്ലേക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് 8 സീരീസ് അവര് ആഡ് ചെയ്തിട്ടുള്ള i8 Pro Maxൽ വന്നിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് മൊത്തത്തിൽ വരുന്ന ഏകദേശം 20ലേറെ വരുന്ന ഫേസസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് കസ്റ്റം ഫേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് എങ്കിലും നമുക്ക് വാച്ചിൽ 20ലേറെ വരുന്ന ഫേസ് നമുക്ക് വാച്ചിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ സ്ക്രോളിംഗ് ഓപ്ഷൻ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മെനു സ്റ്റൈലിൻ്റെ ഒരു വിഷയത്തിൽ കാര്യങ്ങളിലൊക്കെ പറയാനുള്ളത്. ബട്ടണും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ഫിറ്റ് ആയിട്ട് വരുന്നൊരു ബട്ടൺ തന്നെ, വളരെ ലാഗ്ലെസ് ആണ്. അതുപോലെ തന്നെ അതിന് മുകളിൽ നിന്ന് അടിക്ക് സ്ലൈഡ്, അടിയിൽ നിന്ന് മുകളിൽ സ്ലൈഡ് ചെയ്താൽ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരുന്നത്. പക്ഷേ BTക്ക് കണക്ട് ചെയ്യണോ എന്നുള്ള ചോദിക്കുന്നുണ്ട്. നമുക്ക് പെയർ കണക്ഷന് ടോട്ടൽ നമുക്ക് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നല്ലൊരു അപ്ഡേഷനാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 5 മെനു സ്റ്റൈൽസ് ആണ് വന്നിരിക്കുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള 5 മെനു സ്റ്റൈൽസ്. ഓക്കെ, സ്മാർട്ട് സ്റ്റൈൽ വളരെ സ്മൂത്തായി ഉൾപ്പെടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, 5 മെനു സ്റ്റൈൽസ് നമുക്ക് ഈ മോഡൽ വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരു ഫീച്ചറാണ് നമുക്ക് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു ഫീച്ചറും കൂടെ നമുക്ക് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ഫീച്ചറാണ്. നമുക്ക് ജസ്റ്റ് ഡിവൈസിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ MAC വാച്ച് എന്നൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മെയിൻ കൺട്രോൾ സെൻറ്റർ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് റീസെൻ്റ്ലി യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്ക് ജസ്റ്റ് ഇടത് ഭാഗത്ത് നിന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും കാര്യങ്ങൾ. അപ്പോൾ പുതുതായിട്ടൊരു മോഡൽ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ട് അത്യാവശ്യം ഡിസ്പ്ലേ വരുന്നത് 1.75 ഇഞ്ച് ഡിസ്പ്ലേയും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു മെനു സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 9 ആപ്പ് മോഡൽ വരുന്നൊരു മെനു സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഫേസ്ബുക്ക് ആണെങ്കിലും ഫേസ്ബുക്ക്, വാട്സപ്പ്, സ്കൈ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ തന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു ഫീച്ചർ തന്നെയാണ് സെപ്പറേറ്റ് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ടോട്ടലി 7 സീരീസ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നൊരു മോഡലും കൂടെയാണ് i8 Pro Max. നമ്മുടെ അടുത്ത് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ദെൻ നമുക്ക് മറ്റൊരു മെനു സ്റ്റൈൽ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് ഒരു ഗൈഡ് പറഞ്ഞൊരു ഡിഫറെൻറ്റ് മോഡൽ തന്നെയാണ്. ഈ T500 വന്ന പോലത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. ഓക്കെ,
ദെൻ നമ്മൾ ഇതിൻ്റെ സ്മാർട്ട് സീൽ, നമുക്കിതിൽ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ സ്മാർട്ട് സീലാണ്. വളരെ സ്മൂത്തായിട്ട് വരുന്ന, വെരി ലാഗ്ലെസ്, ഇല്ല ലാഗില്ല എന്ന് തന്നെ പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ലാഗില്ലാത്ത മറ്റൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റിൽ കിട്ടില്ല. അപ്പോൾ അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലാഗ്ലെസ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് സ്റ്റീലാണ്. എല്ലാവരും നമ്മൾ ഒരു വാച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്മാർട്ട് സ്റ്റീൽ ലാഗ് ഉണ്ടോ ഇല്ലേ എന്നാണ് നോക്കുക. അപ്പോൾ അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് സ്മാർട്ട് സ്റ്റീലാണെങ്കിൽ പക്കായിട്ട് വരുന്ന വർക്ക് ചെയ്യുന്നൊരു സ്മാർട്ട് സ്റ്റീലാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റ് മോഡലൊന്നും കാണിച്ചു തരാം. എല്ലാം നമുക്ക് വളരെ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ലിസ്റ്റ് മോഡൽ വരുന്ന മെനു സ്റ്റീൽ. ഒരുപാട് മെനു സ്റ്റീൽ, ലാസ്റ്റ് ഒന്നും കൂടെ ഉണ്ട്. ഓക്കെ, അതും കൂടെ കാണിച്ചു തരാം. ഇതാണ് മറ്റൊരു മെനു സ്റ്റീൽ, വളരെ സ്മൂത്തായിട്ട്. ഇത് ഒരു HW സീരീസിലൊക്കെ വന്നതുപോലത്തെ ഒരു മോഡൽ മെനു സ്റ്റീലാണ് വന്നിരിക്കുന്നത്. കാണാൻ പറ്റുമോ? അതിൻ്റെ ആ ഒരു ചാട്ടം കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല വളരെ കെർവായിട്ട്, നല്ല പക്കായിട്ട്, നല്ല സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ പക്കായിട്ട് നല്ലൊരു പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ആപ്പിൾ വാച്ച് ഫീലും കാര്യങ്ങളും, അതുപോലെ തന്നെ മെനു സ്റ്റീലും കാര്യങ്ങളും സ്മൂത്തും വർക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്റ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതിന് വളരെ സിമ്പിൾ പ്രൈസിലാണ് നമ്മൾ ഈ മോഡൽ സെയിൽ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് ചെയ്ത് കൊടുക്കില്ല. പ്രീപെയ്ഡ് ആണ്, ക്യാഷ് ഓൺ ഡെലിവറി കറൻറ്റിൽ അവൈലബിൾ അല്ല. അതുപോലെ ട്രസ്റ്റഡ് ആണോ അല്ലേ എന്നുള്ള സംശയമുള്ളവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻ, നമ്മൾ പാർസലിൻ്റെ പാക്കിംഗ് ഡീറ്റെയിൽസ്, അതുപോലെ ട്രാക്ക് ID, അതുപോലെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈലൈറ്റിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രസ്റ്റഡ് എല്ലാം സംശയമുള്ളവർക്ക് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടോട്ടലി ഐ വാച്ച് എന്നുള്ള ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് ഹൈഫ്രൈൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് അവർ മാറിയിട്ടുണ്ട്. ഒക്കെ ടോട്ടലി മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ 8 സീരീസിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് താല്പര്യമുള്ള മുമ്പ് പറഞ്ഞ പോലെ ബന്ധപ്പെടുക. അതുപോലെ ഇതിൻ്റെ 7 സീരീസ് ആണെങ്കിലും i7 Pro Max നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ബട്ട് അതിന് പ്രൈസ് കുറഞ്ഞ് ഡിഫറൻറ്റ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ സെലക്ട് ചെയ്യാൻ ഒരു 100-200 കൂടിയാലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് i8 Pro Max തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്ന ഒരു കിടിലൻ മോഡലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ദെൻ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലിൽ ജസ്റ്റ് അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ പുതിയ സ്മാർട്ട് വാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വീഡിയോ കാണണം എന്നുള്ളവർക്ക് ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ സ്ട്രാപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാലൊരു ഫീലാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് സ്ട്രാപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു 44 mm വരുന്ന ഒരു കിടിലൻ മോഡലിൽ തന്നെയാണെന്ന് പറയാം. ബഡ്ജറ്റ് ഫ്രണ്ടിൽ, അഥവാ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ കഴിയാത്തവർക്ക് വാങ്ങാൻ പറ്റിയൊരു നല്ലൊരു ഫീച്ചേഴ്സും നല്ലൊരു ക്വാളിറ്റിയും എല്ലാവിധ കാര്യങ്ങളും മറ്റുള്ള സ്മാർട്ട് വാച്ചിനൊക്കെ കടപിടിക്കുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള മോഡൽ തന്നെയാണ് i8 Pro Max. അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഒരു ചെറിയൊരു ബ്രേക്ക്.